കറി വയ്ക്കാൻ പച്ചക്കറികൾ ആവശ്യമുള്ളപ്പോൾ സ്വന്തം മട്ടുപ്പാവിൽ സ്വയം നട്ടുവളർത്തിയ ചെടികളിൽ നിന്നും പച്ചപ്പ് മാറാതെ ഇറുത്തെടുത്ത വിഷാംശമില്ലാത്ത വിളകൾ തന്നെ ഉപയോഗിക്കുന്നതിലെ മനസ്സംതൃപ്തിയിൽ നിന്നാണ് ടെറസ് കൃഷി ചെയ്യാനുള്ള പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർക്കും ആവശ്യമുള്ള പച്ചക്കറികൾ സ്വയം അധ്വാനിച്ച് ഉൽപ്പാദിപ്പിക്കുക, പ്രകൃതിയെ കൂടുതൽ അടുത്തു കണ്ട് പഠിക്കുക, ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ സാമൂഹ്യ ലക്ഷ്യങ്ങൾ കൂടി ടെറസ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നു. വിപണിയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അമിതമായ കീടനാശിനി പ്രയോഗത്തിനും അനാരോഗ്യകരമായ ഉൽപ്പാദന രീതികൾക്കും വിധേയമായ പുതുമ നഷ്ടപ്പെട്ട പച്ചക്കറികൾ വാങ്ങാൻ നിർബന്ധിതമാക്കപ്പെട്ട സാഹചര്യത്തിലാണ് ടെറസ് കൃഷി എന്ന നൂതന കൃഷിരീതി വീട്ടമ്മമാർക്ക് പുതിയൊരു വെളിച്ചമാകുന്നത്. ഇത് കൊച്ചി നഗരത്തിലെ സരസമ്മ ബാലകൃഷ്ണന്റെ ടെറസ് കൃഷി. ഇവിടെ പൂത്തു തളിർത്തു കിടക്കുന്നത് പയർ, വെണ്ട, മുളക്, വഴുതനങ്ങ, തക്കാളി, പടവൽ, പാവൽ, കോവൽ തുടങ്ങിയ പച്ചക്കറികളാണ്. റിട്ടയർമെന്റ് കാലത്തിലെ മാനസികോല്ലാസം, കുട്ടിക്കാലത്ത് വീട്ടിനടുത്ത പറമ്പിലെ പച്ചക്കറി കഴിച്ചതിന്റെ ഗൃഹാതുരത, വിഷാംശമില്ലാതെ പച്ചക്കറി കഴിക്കാനുള്ള ആഗ്രഹം, ഇവയെല്ലാമാണ് സരസമ്മയെയും ഭർത്താവ് ബാലകൃഷ്ണനെയും ടെറസ് കൃഷിയിലേക്ക് ആകർഷിപ്പിച്ചത്. രണ്ടര വർഷം മുൻപ് വെജിറ്റബിൾസ് ആൻഡ് ഫുഡ് പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ 3500 രൂപയ്ക്ക് 25 പച്ചക്കറി ചെടികൾ ചെറു ചട്ടിയോടൊപ്പം വാങ്ങിയാണ് കൃഷിയിലേക്ക് സരസമ്മ എത്തിയത്. വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി തൈകൾ എല്ലാം തന്നെ അതിലുണ്ടായിരുന്നു. 2.5 വർഷം മുമ്പാണ് ടെറസ് ഗാർഡൻ തുടങ്ങാമെന്ന് വിചാരിച്ചത്. വീട്ടിലെ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ സ്വന്തമായിട്ട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ അത്യാവശ്യത്തിന് എല്ലാം ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടുന്നുണ്ട്. വെണ്ട, പയർ, പച്ചമുളക്, വഴുതന, തക്കാളി, പടവലം, പാവൽ ഇതെല്ലാം ഉണ്ട്. VFPCK തന്നെയാണ് എല്ലാം വാങ്ങുന്നത്. കമ്പോസ്റ്റ്, എല്ലുപൊടി, കപ്പലിൻ്റെ പിണ്ണാക്ക്, വേപ്പൻ പിണ്ണാക്ക്, ചാണകം ഇതൊക്കെയാണ് ഇതിന് ചെയ്യുന്നത്. മറ്റ് വളങ്ങൾ, രാസവളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. പിന്നെ പുകയില കഷായമൊക്കെയാണ് ഇതിന് കീടങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. വളരെ കുറഞ്ഞ അളവ് മണ്ണ്, ആവശ്യത്തിന് മാത്രം വെള്ളം, പാഴായി പോകുന്ന സൗരോർജം, അടുക്കളയിലെ ജൈവ അവശിഷ്ടങ്ങൾ എന്നിവ യുക്തിസഹമായി പ്രയോജനപ്പെടുത്തിയാണ് ഈ കർഷക കൃഷി ചെയ്തു വരുന്നത്. ഇതിനു പുറമെ VFPCKയിൽ നിന്നും ലഭിക്കുന്ന കമ്പോസ്റ്റ് വളം, എള്ളുപൊടി, കപ്പലണ്ടി പിണ്ണാക്ക്, ചാണകം, പുകയില കഷായം തുടങ്ങിയവയും ഉപയോഗിച്ചു വരുന്നുണ്ട്. ചട്ടികളിലെ തൈകൾ വലുതാകുമ്പോൾ
മണ്ണും ചാണകപ്പൊടിയും ഇടകലർത്തിയ ചാക്കുകളിലേക്ക് ചെടികൾ മാറ്റി നടുന്നു. മുകളിൽ നെറ്റ് കെട്ടി കമ്പുകളിൽ താങ്ങ് നൽകി വള്ളികൾ പടർത്തി വിടുന്നു. പക്ഷികളുടെ ശല്യം ഒഴിവാക്കാനാണ് ഇവിടെ നെറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. പൊതുവെ ഭാര്യയ്ക്ക് ഈ ചെടി വളർത്തുക ഇതൊക്കെ വലിയ ഇഷ്ടമാണ്. പടർന്നു നടത്തി ചെടി വെക്കാനും അന്വേഷിച്ച് നടന്ന് മേടിച്ചു കൊണ്ടുവന്ന് പിടിപ്പിക്കുന്ന ഇതായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ടെറസ് ഗാർഡനിങ്ങിനെ പറ്റിയും പിന്നെ പച്ചക്കറിയുടെ ഈ ദൂഷ്യങ്ങളൊക്കെ എഴുതുന്നത് ഒക്കെ കാണാൻ തുടങ്ങിയത്, പത്രങ്ങളിലൊക്കെ കാണാൻ തുടങ്ങിയത്. അപ്പം ഒന്നും നമുക്കിങ്ങനെ തുടങ്ങിയത് എന്താണെന്ന് ചോദിച്ചു. ഉടനെ പേപ്പറിൽ അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. VFPC 3500 രൂപ കൊടുത്ത് 25 ചാക്കി പ്ലാന്റ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. അങ്ങനെയാണ് തുടങ്ങുന്നത്. അതിപ്പോൾ 2.5 കൊല്ലം കഴിഞ്ഞു. അതിനോട് കൂടെ ചേർന്നിട്ട് ബാക്കി ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. 10-22 വെറൈറ്റി മുളക് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ആൾക്കാർക്ക് വലിയ താല്പര്യമായിട്ട് വന്ന് നോക്കി. പല പത്രങ്ങളിലും പടവും ഇതൊക്കെ വന്നു. ഞങ്ങളുടെ കൊച്ചുമക്കളുടെ വന്നിട്ടുണ്ട്. രാവിലെ നടക്കാൻ പോകുന്ന സ്വഭാവമുണ്ട്. 6 മണിക്ക് എഴുന്നേറ്റ് നടക്കുമ്പോൾ 7 മണിയാകുമ്പോൾ തിരിച്ചു വരും. അത് കഴിഞ്ഞിട്ട് ചായ കുടിച്ചു കഴിഞ്ഞ് മേലേക്ക് അത്യാവശ്യം കാലത്ത് പണിയെടുത്ത് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അങ്ങനെയാണ്. പിന്നെ വൈകുന്നേരം വല്ല മരുന്ന് പ്രയോഗം അല്ലെങ്കിൽ വളം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വൈകുന്നേരം ചെയ്യും. 2-2.5 മണിക്കൂർ 3 മണിക്കൂറോളം ഇതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ട് രാവിലെ വൈകുന്നേരം. സാധാരണ ചെടികളിൽ കാണാറുള്ള രോഗങ്ങൾ ടെറസ് കൃഷിയിലും താരതമ്യേന കുറവായിരിക്കും. തക്കാളി, വഴുതന, മുളക് എന്നിവയിൽ ഫംഗസ് മൂലമുണ്ടാകുന്ന വാട്ടം കണ്ടെത്തിയാൽ ഉടനെ അതും പിഴുതുമാറ്റി നശിപ്പിക്കാറാണ് പതിവ്. പുകയില കഷായമാണ് പുഴുക്കളെ തുരത്താൻ മികച്ച രീതിയെന്നും ഇവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ടെറസ് കൃഷിയിൽ ഒന്നിച്ച് വിളവെടുപ്പ് നടത്തേണ്ടതില്ല. ദിവസേന ആവശ്യത്തിനുള്ളവ പറിച്ചെടുത്ത് ഉപയോഗിക്കുകയാണ് പതിവ്. ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളവ അയൽക്കാർക്കും സുഹൃത്തുക്കൾക്കും ഇവർ നൽകി വരുന്നുണ്ട്. രുചികരമായ വിഷാംശമില്ലാത്ത ഇത്തരം പച്ചക്കറികളുടെ ഉപയോഗം ചെറുപ്പത്തിലേക്കുള്ള മടങ്ങിപ്പോക്കാണെന്നും ഇതിൽ പ്രചോദിതരായി അയൽവാസികളും ടെറസ് കൃഷി ആരംഭിച്ചെന്നും സരസമ്മ സാക്ഷ്യപ്പെടുത്തുന്നു. രാവിലത്തെ നടത്തം കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ 1 മണിക്കൂർ ഈ ദമ്പതികൾ ചെടികളോടൊപ്പം ചെലവിടുന്നു. വൈകുന്നേരങ്ങളിലും ചെടികൾക്കായി ഇവർ 1.5 മണിക്കൂർ സമയം മാറ്റിവെച്ചിട്ടുണ്ട്. മക്കളെല്ലാം ഉപജീവനാർത്ഥം വിദേശത്തേക്ക് ചേക്കേറിയെങ്കിലും അവരിലും കൃഷിബോധം കുടിയിരുത്താൻ ഈ ദമ്പതികൾക്ക് കഴിഞ്ഞു. ഓസ്ട്രേലിയയിലെ മകനെ കാണാൻ പോയപ്പോഴും അവിടെയും ചെറിയ തോതിൽ പച്ചക്കറി കൃഷി ചെയ്തത് ഇവർ ഓർക്കുന്നുണ്ട്. കൃഷി ജീവിതത്തിന്റെ ഭാഗമാണെന്നും കൃഷിയിലൂടെ പ്രകൃതിയെ അറിയേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും ഈ ദമ്പതികൾ ടെറസ് കൃഷിയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു.
നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകൾ. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വംശനാശം സംഭവിക്കുന്ന വളർത്തുമൃഗങ്ങളെയും പക്ഷികളെയും സംരക്ഷിക്കാൻ പദ്ധതി. വിദ്യാർത്ഥികൾക്ക് കാർഷിക പരിശീലനം. വിശദമായ വാർത്തകളിലേക്ക്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൃഗങ്ങളെയും പക്ഷികളെയും സംരക്ഷിക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ 10ാം പദ്ധതി സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് കേരളത്തിൽ നടപ്പാക്കുന്നു. കേരളത്തിന്റെ തനദിനങ്ങളായ അട്ടപ്പാടി ബ്ലാക്ക്, മലബാറി എന്നീ ആടുകളെയും കുട്ടനാടൻ താറാവുകളായ ചാര, ചെമ്പല്ലി എന്നിവയെയും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വളർത്തുമൃഗങ്ങളുടെയും പക്ഷികളുടെയും പരിപാലനത്തിനും പ്രജനനത്തിനും കർഷകർക്ക് പരിശീലനവും ധനസഹായവും ലഭിക്കും. 100% കേന്ദ്രവിഹിതം ലഭ്യമാക്കുന്ന ഈ പദ്ധതി ഈ സാമ്പത്തിക വർഷം തന്നെ നടപ്പാക്കും. കൂടുതൽ വിവരങ്ങൾക്ക് പഞ്ചായത്തുകളിലെ മൃഗാശുപത്രികളുമായി ബന്ധപ്പെടേണ്ടതാണ്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരാഴ്ചക്കാലത്തെ കാർഷിക പ്രായോഗിക പരിശീലന പരിപാടികൾ നടന്നുവരുന്നു. അഗ്രികൾച്ചർ ഐച്ഛിക വിഷയമായി VHSC പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് സൗജന്യ പരിശീലനം നൽകുന്നത്. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ സ്കൂൾ മേലധികാരികൾ മുഖേന അപേക്ഷ നൽകണം. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0474 2663599. കേരള വെറ്ററിനറി സർവകലാശാലയുടെ തൃശൂർ മണ്ണുത്തി ഫാമിൽ നിന്നും വൈറ്റ് പെക്കിൻ താറാവിൻ കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നു. കേവലം 70 ദിവസങ്ങൾ കൊണ്ട് 2.5 കിലോ തൂക്കം വരുന്ന വൈറ്റ് പെക്കിൻ താറാവിൻ കുഞ്ഞുങ്ങളെ മുൻകൂർ ബുക്കിംഗ് അടിസ്ഥാനത്തിലാണ് പൗൾട്രി ഫാമിൽ നിന്നും വിതരണം ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 0487 2370117, മറ്റൊരു നമ്പർ 0487 2371178 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കൃഷി വകുപ്പിന്റെ കീഴിലുള്ള കൊല്ലം അഞ്ചൽ കൃഷി ഫാമിൽ ഗ്രാമ്പൂ തൈകൾ, നാടൻ തെങ്ങിൻ തൈകൾ, ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ എന്നിവ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. ഫോൺ നമ്പർ 9447410133. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയിൽ നിന്നും ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ടതും ഇറച്ചി ആവശ്യത്തിന് വളർത്താൻ അനുയോജ്യമായതുമായ 1 ദിവസം പ്രായമുള്ള പൂവൻ കോഴിക്കുഞ്ഞുങ്ങളെ ലഭ്യമാണ്. കൃഷി സാംസ്കാരിക വേദിയായ അഗ്രി ഫ്രണ്ട്സ് കുട്ടികൾക്കായി കൃഷിപാഠം റിയൽ ഷോ സംഘടിപ്പിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് തിരുവനന്തപുരം അധ്യാപക ഭവനിൽ നടക്കുന്ന പരിപാടിയിൽ കൃഷിമന്ത്രി KP മോഹനൻ, യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ PS പ്രശാന്ത് എന്നിവർ പങ്കെടുക്കും. ആലപ്പുഴ ജില്ലയിലെ പ്രമുഖ കർഷകയായ മാന്നാർ ലൈല ഉമ്മയെ ബാലശാസ്ത്ര കോൺഗ്രസിന്റെ ബ്രാൻഡ് അംബാസിഡറായി പ്രഖ്യാപിക്കും. ചടങ്ങിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പച്ചക്കറി വിത്ത്, നെൽവിത്ത് എന്നിവ സമ്മാനിക്കും. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 15,000 രൂപ, കോഴിക്കോട് 16,200, തൃശൂർ 14,800. കൊപ്ര കൊച്ചി 10,180, കോഴിക്കോട് 10,400, തൃശൂർ 9,985. കുരുമുളക് അൺഗാർബിൾഡ് 65,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 68,000 രൂപ. ചുക്ക് മീഡിയം 22,000, ചുക്ക് ബെസ്റ്റ് 24,000. മഞ്ഞൾ സേലം 6,700, ഈറോഡ് 7,000. അടയ്ക്ക പുതിയത് 20,000-നും 21,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 11,900 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 12,100 രൂപ. കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 11,900 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 12,100 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.8 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.8 ഡിഗ്രി സെൽഷ്യസ്, 24 ഡിഗ്രി സെൽഷ്യസ്. കൊച്ചി 31, 25.6. ആലപ്പുഴ 31.3, 24.2. പുനലൂർ 32.8, 22.5. തിരുവനന്തപുരം 32.6, 24.6 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.